Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിനി ചീസ് കേക്ക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ മിനി ചീസ് കേക്ക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചീസ് കേക്കിൻ്റെ ക്രസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. മാരി ബിസ്ക്കറ്റ്സും അതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റ്സും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സർ ജാറിലേക്കോ ഇതുപോലെ ഒന്ന് ഒടിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 6 ചീസ് കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4-5 ബിസ്ക്കറ്റ് മതിയാകും. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉരുക്കിയെടുത്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രസ്റ്റിനുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് ഇതിന് വേണ്ടത്. ഇനി ഞാനിവിടെ ഒരു മഫിൻ ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സിലിക്കൺ മോൾഡാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ മോൾഡിലേക്കും നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്രസ്റ്റിൻ്റെ മിക്സ് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഫ്ലാറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ചെറിയ കപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 5 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചീസ് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് 200 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമി ആയിട്ട് വരുന്നവരെ ഈ ക്രീം ചീസിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയെടുത്ത് തൈരാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയായിരിക്കണം. മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഓവർ മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കമ്പൈൻ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ക്രസ്റ്റിന് മുകളിലായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാറ്റർ കറക്റ്റ് 6 ചീസ് കേക്കിനുള്ളതുണ്ട്. ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കണം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ബേക്ക് ചെയ്തെടുത്ത ഉടനെ അതിൻ്റെ സെൻറ്റർ പോർഷൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അത് വെന്തിട്ടില്ലാത്തതുപോലെ തോന്നും. കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇത് കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കാവുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ ടോപ്പിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ സ്ട്രോബെറിയാണ്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. സ്ട്രോബെറി നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ടൊരു സ്പാച്ചില കൊണ്ടോ ഒരു തവി കൊണ്ടോ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. സ്ട്രോബെറി നന്നായിട്ട് നുടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് നുടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തെടുത്ത ഫ്രഷ് സ്ട്രോബെറിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സ്ട്രോബെറിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്യൂരി ആക്കി എടുക്കാവുന്നതാണ്. സ്ട്രോബെറിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ടോപ്പിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ട്രോബെറി നല്ലതുപോലെ പ്യൂരി ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇടയ്ക്ക് ഇതുപോലെ സ്ട്രോബെറീസ് കിടക്കുമ്പോൾ ഇടയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിനെ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. സെർവ് ചെയ്യുമ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് വിപ്ഡ് ക്രീമും വെച്ച് കൊടുക്കാവുന്നതാണ്. അതിന് മുകളിലായിട്ട് ഈ സോസ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ വിപ്ഡ് ക്രീം വെച്ച് കൊടുക്കുന്നില്ല, സ്ട്രോബെറി സോസ് മാത്രം വെച്ച് കൊടുക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.